ആ കൂട്ടത്തിൽ ആ നാട്ടുകാരി എന്നുള്ള നിലയിൽ ഞാനും അവിടെ ഉണ്ടായിരുന്നു. അത്രയും ജനങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, മാന്യമായ ജീവിതം നയിക്കുന്ന വ്യക്തികളാണ്. അത് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. ആ പോകുന്ന സമയത്ത് നാട്ടുകാരെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ആ നാട്ടുകാരി എന്നുള്ള നിലയിൽ ഞാനും അവിടെ ഉണ്ടായിരുന്നു. ശൈലജ ടീച്ചറിന്റെ ഭാഗത്ത് നിന്ന് നടന്നത് വളരെ വ്യക്തമായിട്ടുള്ള സത്യപ്രതിജ്ഞാ ലംഘനമാണ്. എന്നാൽ സത്യപ്രതിജ്ഞാ ലംഘനത്തിനെതിരെ ശിക്ഷ കൊടുക്കുമെന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടി ഇല്ല. പക്ഷേ വളരെ വ്യക്തമായിട്ടുള്ള സത്യപ്രതിജ്ഞാ ലംഘനമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 246 വകുപ്പ് അനുസരിച്ച് 7ാം പട്ടികയിൽ 3 വർഷത്തിനുള്ളിൽ ശിക്ഷിച്ച്, അപ്പീൽ കോടതികളെല്ലാം ശിക്ഷിച്ച് അവസാനം ജയിലിലേക്ക് പോകുവാൻ നിർബന്ധിതരായി തീർന്ന കുറ്റവാളികൾക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി യാത്രയയപ്പിനകത്ത് പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ ശൈലജ ടീച്ചർ ഇന്ത്യയുടെ നിയമവ്യവസ്ഥ എങ്ങനെയാണ്, ഏത് തരത്തിലാണ് അവർ മാനിക്കുന്നതെന്നാണ് നാം ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഭരണഘടനാ പ്രകാരം 3ാമത്തെ പട്ടികയിൽ സത്യവാചകം ചൊല്ലി ഭരണഘടനയോട് നിർവ്യാജമായിട്ടുള്ള കൂറ് പുലർത്തിക്കോളാം, നിയമപ്രകാരം സ്ഥാപിതമായ ഭരണഘടനയോട് നിർവ്യാജമായിട്ടുള്ള കൂറ് പുലർത്തിക്കോളാം എന്ന് പറഞ്ഞ് സത്യവാചകം ചൊല്ലി ജനപ്രതിനിധിയായി മാറിയ, തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയായി മാറിയത് കൊണ്ട് മാത്രം സത്യവാചകം ചൊല്ലാൻ യോഗ്യത ലഭിച്ച ശൈലജ ടീച്ചറിന്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും വന്നുകൂടാത്ത ദൗർഭാഗ്യകരമായിട്ടുള്ള, വളരെ തെറ്റായിട്ടുള്ള സന്ദേശം സമൂഹത്തിന് കൊടുക്കുന്ന, തങ്ങളുടെ വോട്ടർമാർക്ക് കൊടുക്കുന്ന, ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്ക് കൊടുക്കുന്ന അവരുടെ പ്രസൻസ് ആണ് ഈ യാത്രയയപ്പിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഒരു തരത്തിലും റിയലൈസ് ചെയ്യാൻ കഴിയാത്ത, ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു പ്രവൃത്തിയാണ് ഇവർ. നാട്ടുകാരെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ആ നാട്ടുകാരി എന്നുള്ള നിലയിൽ ഞാനും അവിടെ ഉണ്ടായി. ശൈലജ ടീച്ചർ പറഞ്ഞ ഈ അട്രോസിറ്റി, ഒഫൻസ് ഉണ്ടാകുന്നത്, അവരെ നമ്മൾ കുറ്റപ്പെടുത്തുന്ന ഒഫൻസ് ഉണ്ടാകുന്നത് 94-ലാണ് സദാനന്ദൻ മാസ്റ്ററുടെ 2 കാലുകളും മുറിച്ചു മാറ്റിയത് ഈ മനുഷ്യമൃഗങ്ങൾ. പൊളിറ്റിക്കൽ വയലൻസ് ആര് കാണിച്ചാലും, ഏത് രാഷ്ട്രീയ പാർട്ടി കാണിച്ചാലും ഇതേ യുക്തിയോടുകൂടി തന്നെ നമ്മൾ അപലപിക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ ഒരു വ്യക്തിയുടെ ലൈവായിട്ട് 2 കാലുകൾ മുറിച്ചു മാറ്റണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ക്രിമിനാലിറ്റി അവരുടെ ഉള്ളിൽ കുടികൊണ്ടിട്ടുണ്ടാവും. 3 വർഷത്തിനുള്ളിൽ വിചാരണ കോടതി ശിക്ഷിച്ചു. 97-ൽ കൺവിക്ഷൻ വന്നു, ശിക്ഷയും വന്നു. ആരാ അപ്പീൽ പോയത്? അപ്പീൽ പോയത് ഇവര് തന്നെയല്ലേ?